കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാൻ കരിക്കോൾ. സാങ്കേതിക സഹായം ബോണി ജെ ബേസി. ലൈഫ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഖാൻ കരിക്കോൾ. പരീക്ഷാ കാലയളവിൽ ഒഴിവാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. പരീക്ഷ അടുത്തെത്തി. കുട്ടികൾ ഏവരും പരീക്ഷയുടെ ചൂടിലാണ്. നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിലും ചില പ്രവൃത്തികൾ പഠനത്തിന്റെ ഗുണവശങ്ങൾ ചോർത്തിക്കളയുന്നു. പരീക്ഷാ കാലയളവിൽ നിങ്ങളിൽ നിന്നും മാറ്റി നിർത്തേണ്ട 10ഓളം കാര്യങ്ങളുണ്ട്. അതിൽ ചിലത് സൂചിപ്പിക്കാം. ആദ്യമായി നിങ്ങളുടെ മാറ്റിവെക്കൽ സ്വഭാവമാണ്. പരീക്ഷ അടുത്തെത്തി, പരീക്ഷ കഴിഞ്ഞ് പഠിച്ചിട്ട് കാര്യമുണ്ടോ? അതിനാൽ ഈ സമയം കൃത്യമായി തന്നെ ഉപയോഗപ്പെടുത്തണം. ചില കുട്ടികൾ പരീക്ഷ അടുത്ത സമയം കൂട്ടുകാരെ വിളിച്ചു, നീ അത് പഠിച്ചോ, ഇത് പഠിച്ചോ എന്ന് ചോദിക്കും. കേൾക്കുന്നയാൾ പഠിച്ചില്ലെങ്കിൽ അയാൾക്ക് ടെൻഷനാകുന്നു. ടെൻഷൻ വഴി പഠിക്കാനുള്ള മൂഡ് തന്നെ നഷ്ടപ്പെടുന്നു. അതിനാൽ അത്തരം ചോദ്യങ്ങൾ ഉണ്ടാകരുത്, അല്ലെങ്കിൽ അത് ചെവിക്കൊള്ളാതെ ഇരിക്കുക. ഓരോ വ്യക്തിയുടെയും താല്പര്യവും പഠന രീതിയും ലക്ഷ്യവും വ്യത്യസ്തമാകാം. മറ്റുള്ളവരെ വെച്ച് സ്വയം താരതമ്യം ചെയ്യൽ നിർത്തണം. തുടർച്ചയായ പഠനം വേണ്ട. പഠനം തുടങ്ങുമ്പോഴുള്ള കാര്യക്ഷമത 45 മിനിറ്റ് കഴിയുമ്പോൾ കുറഞ്ഞു വരും. അതിനാൽ 1 മണിക്കൂർ കഴിയുമ്പോൾ 5 മിനിറ്റ് വിശ്രമിക്കണം. ഊർജ്ജസ്വലമായ ശരീരത്തിലെ തലച്ചോർ കാര്യക്ഷമമാകൂ എന്ന കാര്യവും മറക്കണ്ട. 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് 95% വിജയം ഉണ്ടാകുന്നുണ്ട്. അതിനാൽ കഷ്ടപ്പെട്ട് പഠിക്കേണ്ടതില്ല എന്നൊക്കെ ചിലർക്ക് തോന്നാം. വെറുതെ പരീക്ഷ പാസ്സായിട്ട് കാര്യമുണ്ടോ? പരമാവധി മാർക്ക് ലഭിക്കണ്ടേ? അതിനല്ലേ ശ്രമിക്കേണ്ടത്. വെറുതെ വായിച്ചാലും പോരാ, മനസ്സിൽ ഉൾക്കൊള്ളാൻ വേണ്ടി തന്നെ പഠിക്കണം. വീട്ടിൽ വരുന്ന ബന്ധുക്കളോടും ദുബായിലുള്ള അമ്മാവനോടുമെല്ലാം നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്ന കുട്ടികളും അമ്മമാരുമുണ്ട്. അവരോട് പ്രാർത്ഥിക്കാൻ പറയണോ? നിങ്ങൾക്ക് വേണ്ടി നിങ്ങളല്ലേ പ്രാർത്ഥിക്കേണ്ടത്? പ്രാർത്ഥനയ്ക്ക് ഗുണം കിട്ടണമെങ്കിൽ പഠിച്ച ശേഷം അതിൻ്റെ ഗുണഫലം തരണമേ എന്ന് നിങ്ങൾ തന്നെ പ്രാർത്ഥിക്കണം. ദൈവം അത് കേൾക്കാതിരിക്കില്ല. എന്തിനാ ഈ സോഷ്യൽ സയൻസ് പഠിക്കുന്നേ? തീയതിയും യുദ്ധങ്ങളുടെയും പേരും ഒക്കെ പഠിക്കാൻ എനിക്ക് വയ്യ. ഈ തൊല്ല എനിക്ക് പറ്റില്ല. ഞാൻ സയൻസാണ് +1 എടുക്കാൻ പോകുന്നത്. പിന്നെ ഈ ചരിത്രം എഴുതിയവരെയും പഠിപ്പിച്ച സാറിനെയും ഒക്കെ ശപിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ചിലർ. 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് സോഷ്യൽ സയൻസ് പഠിച്ചേ കഴിയൂ എന്നറിയണം. നെഗറ്റീവായ ചിന്തകളും വാക്കുകളും നിങ്ങളുടെ ഉള്ള കഴിവ് പോലും ഇല്ലാതാക്കും. ഇത്രയേറെ പഠിച്ചാലും എനിക്ക് ഫോർമുലകൾ ഒന്നും ഓർമ്മയിൽ നിൽക്കില്ല. ഇങ്ങനെ ചിന്തിച്ചോ? നിങ്ങളുടെ ഓർമ്മയിൽ അവയ്ക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല. അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ അത് കളയണം. വിശേഷ പരിപാടികൾ ടിവിയിലും മറ്റും ഉണ്ടാകാം. പലതും നിങ്ങൾക്ക് ഇഷ്ടമാകാം. അതെല്ലാം മാറ്റിവെക്കണം. ക്രിക്കറ്റ് കളി ഇനിയും വരും. പരീക്ഷ കഴിഞ്ഞാൽ അടിച്ചു പൊളിക്കാമല്ലോ. ഉറക്കം കളഞ്ഞുള്ള പഠനമാണ് ചില കുട്ടികൾക്കുള്ളത്. ഉറക്കം ശരിയായില്ലെങ്കിൽ തലച്ചോറിൽ പഠിക്കുന്നത് സ്വീകരിക്കില്ല. 6 മണിക്കൂറെങ്കിലും തുടർച്ചയായി ഉറക്കം കിട്ടണം. ഇടയ്ക്കിടെ ഉണർന്ന് പഠിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ അത് കളയണം. ശരിയായ സമയക്രമം പാലിക്കണം. പഠിക്കുന്ന കുട്ടികളെ പഠിപ്പിസ്റ്റ് എന്ന് പറഞ്ഞ് ചിലർ കളിയാക്കുന്നു. നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കണ്ട. നെഗറ്റീവായ അഭിപ്രായങ്ങളെ നിസ്സാരമായി കാണുക. അവരുടെ വാക്കുകൾ മനസ്സിലേക്ക് എടുക്കേണ്ടതില്ല. ഈ പഠന സമയമാണ് പ്രധാനം. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. നിങ്ങൾക്ക് വേണ്ടത് മികച്ച വിജയമാണ്. ഇപ്പോൾ പറഞ്ഞതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പഠനം കാര്യക്ഷമമാക്കുക. നിങ്ങൾക്ക് എല്ലാ വിഷയത്തിനും A+ കിട്ടുക തന്നെ. ഏവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ.